ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ മേഖലയ്ക്ക് പുതിയ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ജനാധിപത്യത്തെ തകർത്തെറിയാനുള്ള ശ്രമമാണ് 1975 അടിയന്തരാവസ്ഥയിൽ നടന്നതെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ജർമ്മനിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. വിവിധ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ സർക്കാർ വേഗത്തിലാക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ സ്വകാര്യ മേഖലയ്ക്ക് പുതിയ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം പല മേഖലകളിലും വിജയത്തിന്റെ ആകാശം തൊടുമ്പോൾ ബഹിരാകാശം അതിൽ സ്പർശിക്കാതെ എങ്ങനെ മാറി നിൽക്കുമെന്ന് പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ആരാഞ്ഞു. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം രാജ്യത്ത് 100 കടന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനത്തിലൂടെ ബഹിരാകാശ വിക്ഷേപണത്തിന്റെ ചെലവ് കുറയ്ക്കാനാകും. ഈ രംഗത്ത് രാജ്യത്തെ യുവാക്കളുടെ പ്രയത്നം ശ്രദ്ധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. आज से कुछ साल पहले तक हमारे देश में स्पेस सेक्टर में स्टार्टअप के बारे में कोई सोचता तक नहीं था. आज इनकी संख्या 100 से भी ज्यादा है. ये सभी स्टार्टअप्स ऐसे आइडिया पर काम कर रहे हैं जिनके बारे में पहले या तो सोचा ही नहीं जाता था या फिर प्राइवेट सेक्टर के लिए असंभव माना जाता था. രാജ്യത്ത് കായിക രംഗത്തുണ്ടായ നേട്ടങ്ങളെ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്ര, ഭാരോദ്വഹനത്തിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ച മണിപ്പൂരിന്റെ മാർട്ടിന ദേവി, വനിതാ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച മിതാലി രാജ് എന്നിവരെ പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചു. സ്റ്റാർട്ടപ്പുകൾ മുതൽ കായിക ലോകം വരെ ഇന്ത്യയിലെ യുവാക്കൾ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ്. കായിക ലോകത്ത് ഇന്ത്യൻ കളിക്കാരുടെ ആധിപത്യം വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 28 മുതൽ ഇന്ത്യയിൽ ആരംഭിക്കുന്ന ചെസ് ഒളിമ്പ്യാഡിനെയും പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചു. ശുചിത്വവും ജലസംരക്ഷണവും ഇത്തവണയും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വിഷയമാക്കി. നമ്മുടെ പരിസരം ശുദ്ധമാണെങ്കിൽ, നമ്മുടെ മലകളും നദികളും സമുദ്രങ്ങളും ശുദ്ധമായി നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുഴ ശുചീകരണ പ്രവർത്തനങ്ങൾ മാലിന്യത്തിൽ നിന്ന് സമ്പത്തുണ്ടാക്കാനുള്ള അവസരമാണെന്ന് നദിയിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ഉപയോഗിച്ച് മിസോറാമിൽ റോഡ് നിർമ്മിച്ചതിനെ ഉദ്ധരിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. ശുചിത്വവും വികസനവും ഒരുമിച്ച് നടപ്പാക്കണം. ജലം, ജലസംരക്ഷണം എന്നിവയ്ക്കായി പ്രത്യേകം പരിശ്രമിക്കണം. ജലസംരക്ഷണം യഥാർത്ഥത്തിൽ ജീവസംരക്ഷണമാണെന്നും പ്രധാനമന്ത്രി നിഷ്കർഷിച്ചു. हमारा पर्यावरण स्वच्छ रहे, हमारे पहाड़, नदियां, समंदर स्वच्छ रहे तो स्वास्थ्य भी उतना ही बेहतर होता जाता है. हमारे देश में मानसून का लगातार विस्तार हो रहा है. अनेक राज्यों में बारिश बढ़ रही है. ये समय जल और जल संरक्षण की दिशा में विशेष प्रयास करने का भी है. രാജ്യത്ത് 1975 ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ പൌരന്മാരിൽ നിന്നും എല്ലാ അവകാശങ്ങളും എടുത്തുകളഞ്ഞുവെന്നും ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർത്തെറിയാനുള്ള ശ്രമമാണ് നടന്നതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷം ആഘോഷിക്കുമ്പോൾ അടിയന്തരാവസ്ഥയുടെ ഭയാനകമായ നാളുകളെ മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യ രീതിയിൽ തന്നെ അടിയന്തരാവസ്ഥ അവസാനിപ്പിച്ചുവെന്നും വ്യക്തമാക്കി. भारत के लोगों का लोकतंत्र से विश्वास डिगा नहीं, रत्ती भर नहीं डिगा. भारत के हम लोगों में सदियों से जो लोकतंत्र के संस्कार चले आ रहे हैं, जो लोकतांत्रिक भावना हमारी रग रग में है, आखिरकार जीत उसी की हुई. भारत के लोगों ने लोकतांत्रिक तरीके से ही इमरजेंसी को हटाकर वापस लोकतंत्र की स्थापना की. ഒരു രാഷ്ട്രം എന്ന നിലയിൽ ആയിരക്കണക്കിന് വർഷം നീണ്ടു നിൽക്കുന്ന വികസനത്തിന്റെ യാത്രയിലൂടെയാണ് നാം ഇത്രയും ദൂരം എത്തിയിരിക്കുന്നതെന്നും സമൂഹം എന്ന നിലയിൽ പുതിയ ആശയങ്ങളും പുതിയ മാറ്റങ്ങളും സ്വീകരിച്ചുകൊണ്ട് രാജ്യം മുന്നേറുകയാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡിനെതിരെയുള്ള മുൻകരുതലുകൾ തുടരണമെന്നും പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കാര്യത്തിൽ 200 കോടി എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജർമ്മനിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഇന്നും നാളെയുമായി നടക്കുന്ന സമ്മേളനത്തിൽ മാനവികതയെ സംബന്ധിക്കുന്ന നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ചയാകും. ആഗോള സമ്പദ്വ്യവസ്ഥ, വികസ്വര രാജ്യങ്ങൾക്കിടയിലെ പങ്കാളിത്തം, വിദേശ നയം, സുസ്ഥിരത, ഭക്ഷ്യസുരക്ഷ, ബഹുമുഖ നയതന്ത്രം, ഡിജിറ്റൽ പരിവർത്തനം എന്നീ വിഷയങ്ങൾ 7 സെഷനുകളിലായി ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ ക്ഷണപ്രകാരമാണ് താൻ യോഗത്തിനെത്തിയതെന്നും അദ്ദേഹവുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യയ്ക്ക് പുറമെ അർജന്റീന, ഇന്തോനേഷ്യ, സെനഗൽ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളെയും പ്രത്യേക ക്ഷണിതാക്കളായി ജർമ്മനി ക്ഷണിച്ചിട്ടുണ്ട്. ഉച്ചകോടിയുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി നടത്തുന്ന കൂടിക്കാഴ്ച ഫലപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. ജർമ്മനിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിലേക്ക് യാത്ര തിരിക്കും. UAE പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി ചൊവ്വാഴ്ച അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അന്തരിച്ച മുൻ ഭരണാധികാരി ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ വേർപാടിൽ ശ്രീ മോദി അനുശോചനം അറിയിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വിവിധ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ കേന്ദ്രം വേഗത്തിലാക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിദേശത്ത് ഡ്യൂട്ടിയില്ലാതെ ലഭ്യമാക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ടെക്സ്റ്റൈൽ വിപണികൾ പിടിച്ചെടുക്കാൻ അദ്ദേഹം തുണി വ്യവസായ സംരംഭകരോട് ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ടെക്സ്റ്റൈൽ വ്യവസായത്തിന് കഴിയുമെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. രാത്രി 9-ന് അയർലൻഡിലെ ഡബ്ലിനിലാണ് മത്സരം. 2 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഇന്ത്യയും അയർലൻഡും ഇതുവരെ 3 2020 മത്സരങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട്. 3ലും ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിലെ വിജയിയെ 6:30-നുള്ള പ്രാദേശിക വാർത്തയിൽ അറിയാം. വിജയിയുടെ വിവരങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജിലും ലഭ്യമാകും. രാജ്യത്ത് 11,000-ഓളം പേർക്കുകൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 11,100-ഓളം പേർ രോഗമുക്തരായി. 98.58% രോഗമുക്തി നിരക്ക്. 25 പേരുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ നൽകിയ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ 197.8 ലക്ഷം പിന്നിട്ടു. ഇന്നലെ മാത്രം 12,72,000 പേർ പ്രതിരോധ കുത്തിവയ്പ്പെടുത്തു. തമിഴ്നാട്ടിൽ മെഗാ ടെക്സ്റ്റൈൽ പാർക്കിന് കേന്ദ്രം അനുമതി നൽകിയതായി വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. വിദേശ വിപണികളിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ടെക്സ്റ്റൈൽ മേഖല മികച്ച പങ്കുവഹിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ടെക്സ്റ്റൈൽ യന്ത്ര സാമഗ്രികളും അനുബന്ധ ഉപകരണങ്ങളും സേവനങ്ങളും ഉൾപ്പെടുത്തി കോയമ്പത്തൂരിൽ സതേൺ ഇന്ത്യ മിൽസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടെക്സ് ഫെയർ എക്സ്പോയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. പരുത്തി ഇറക്കുമതിയുടെ കസ്റ്റംസ് തീരുവ പിൻവലിച്ച കേന്ദ്ര നടപടിയെ അദ്ദേഹം പ്രകീർത്തിച്ചു. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെയും വിമതപക്ഷ നേതാവ് ഏക്നാഥ് ഷിൻഡെയുടെയും അനുകൂലികൾ ശക്തി പ്രകടനം തുടരുന്നതിനിടെ ഷിൻഡെയുടെ വിശ്വസ്ത നേതാവായ നരേഷ് മാസ്കെ ശിവസേനയുടെ ചുമതലകളിൽ നിന്നും രാജിവെച്ചു. മഹാവികാസ് അഘാഡിയിൽ നിന്നും ശിവസേനയെയും ശിവസൈനികരെയും രക്ഷപ്പെടുത്താനാണ് തന്റെ പോരാട്ടമെന്ന് ഷിൻഡെ ട്വിറ്ററിൽ കുറിച്ചു. 10 സ്വതന്ത്ര MLA-മാരെ കൂടാതെ 3-2 MLA-മാരുടെ പിന്തുണ തനിക്കുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. സാമൂഹ്യ പ്രവർത്തക ടീസ്റ്റ സെതൽവാദിനെയും മുൻ IPS ഉദ്യോഗസ്ഥൻ RB ശ്രീകുമാറിനെയും ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ക്രിമിനൽ ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, 2002-ലെ ഗുജറാത്ത് കലാപത്തിൽ നിരപരാധികളെ പ്രതികളാക്കാൻ കോടതിയിൽ തെറ്റായ തെളിവുകൾ ഹാജരാക്കി എന്നീ കുറ്റങ്ങൾ ചുമത്തി അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് ഫയൽ ചെയ്ത കേസിലാണ് അറസ്റ്റ്. കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഇന്ന് നാഗാലാന്റ് സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് ദിമാപൂരിലെത്തുന്ന അദ്ദേഹം കേന്ദ്ര പുഷ്പകൃഷി വികസന കേന്ദ്രത്തിലെ പ്രദർശനവും ശില്പശാലയും ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനെത്തുന്ന കേന്ദ്രമന്ത്രി ഇന്നും നാളെയും നാഗാലാന്റിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ 1 ദിവസത്തെ ചെന്നൈ സന്ദർശനം പുരോഗമിക്കുന്നു. നഗരത്തിലെ ഓമന്തുര എസ്റ്റേറ്റിലുള്ള സർക്കാർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി അദ്ദേഹം സന്ദർശിച്ചു. റോബോട്ടിക് സർജറി സൌകര്യവും ആശുപത്രിയിലെ ഗർഭകാല പരിശോധനാ കേന്ദ്രവും അദ്ദേഹം പരിശോധിച്ചു. തുടർന്ന് ആരോഗ്യ വികസന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ മേഖലയ്ക്ക് പുതിയ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ജനാധിപത്യത്തെ തകർത്തെറിയാനുള്ള ശ്രമമാണ് 1975-ലെ അടിയന്തരാവസ്ഥയിൽ നടന്നതെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ജർമ്മനിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം.
വിവിധ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ സർക്കാർ വേഗത്തിലാക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.